ഹലോ, അനന്തുവാണ്, തരംഗം ഓഡിയോസ്. അപ്പോൾ ഞങ്ങൾ വേണ്ടതേ ഇന്നും നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയ കേട്ടോ. നമ്മുടെ രതീഷേട്ടനുണ്ട്. രതീഷേട്ടാ ഒരു ഹായ് പറഞ്ഞു. ഹായ്. രതീഷേട്ടനുണ്ട്, രതീഷേട്ടൻ്റെ മോൻ രഞ്ജപ്പനുണ്ട്, നമ്മുടെ ജിത്തുണ്ട്, അമ്പാടിയുണ്ട്. ഫസ്റ്റ് വല വീശിലുണ്ട് രതീഷേട്ടൻ. അപ്പം അവിടെ എന്തോ ഉടക്ക് പോയാണ്ട് കുറ്റിയെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഒഴുക്കാണ് ഗൈസ്, കണ്ടോ, നല്ല ഒഴുക്കാണ്. അപ്പോൾ താണ്ടതേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, രാത്രിയാണ്. ഞങ്ങളുടെ ടോർച്ചിനും വെട്ടം കുറവുണ്ട്. രതീഷേട്ടൻ മുങ്ങിയിരിക്കുക. അപ്പം ഇപ്പോൾ വല എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുമോ നമുക്ക് നോക്കാം. ഇപ്പുറത്തുണ്ട്. ആണ്ട് രതീഷേട്ടൻ മുങ്ങിയിട്ടുണ്ട്, ആണ്ട് വീണ്ടും മുങ്ങി. അപ്പം നമുക്ക് എങ്ങനെയാണ് സെറ്റപ്പ് ഒന്ന് നോക്കാം. അമ്പാടിയുണ്ട്, അവിടെ ജിത്ത് നിൽപ്പുണ്ട്, രഞ്ജപ്പനുണ്ട്, രതീഷേട്ടൻ്റെ മോനാണ്. ഉടക്കിയിരിക്കുക. എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല, കാണാൻ ചാൻസ് കുറവാണ് ഗൈസ്. ചിലപ്പോൾ കാണും, കാരണം നല്ല ഉടക്കാം. കുറ്റിയോ തെങ്ങും കുറ്റിയോ വേണ്ട, നമ്മുടെ പറക്കുഴിയാണ്. ഇപ്പോൾ കൃഷിയെല്ലാം കഴിഞ്ഞുകൊണ്ട് രഞ്ജപ്പം അങ്ങോട്ട് കാണിച്ച് കണ്ടോ, അത് വലിയ പാടശേഖരമാണ്. അവിടുന്ന് ഇത്ര ശക്തിയിലാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴുകുന്ന സ്ഥലത്താണ് വീശുന്നത്. അപ്പം ഒഴുക്കുന്നതിന് മീൻ കയറി വരുന്നതുകൊണ്ട് കണ്ട വല വലിഞ്ഞ് കയറി വരുന്നുണ്ട് ഗൈസ്. തുളിയുണ്ട്, വാ ഗൈസ്, തുളിയുണ്ട്. എടാ കൊണ്ടുപോലെ കാണിക്കട്ടാ, ഇത് കാണിച്ചു ഉണ്ടോ, തുളിയുണ്ട് ഗൈസ്. കണ്ട അമ്പാടി കാണിച്ചടാ, കണ്ട, അതാണ് ആ ഉടക്കിയില്ലായിരുന്നു, ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഗൈസ്. കണ്ടോ, ആ പക്കരി മണിക്കരി പുറത്തു വരും. കണ്ടോ വല കീറി കിടക്കും. രതീഷേട്ടൻ ഇറങ്ങി ചെറിയ സൈസ് എടുക്കുക. എല്ലാം വലിയ തുളിയാണ് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മീൻ മേടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ സബ്സ്ക്രൈബർ 6 മീൻ വേണമെന്ന് പറഞ്ഞാലും മീൻ ഫ്രീയാണ്. ഇതാണ് ജിത്ത് മീൻ. നമ്മുടെ പാത്രം അവിടെ പോലെ കളയിലടാ കൊച്ചെ, കളയില്ലേ വെള്ളത്തിൽ മീൻ ചാടിപ്പോണേ. ചേട്ടനെ വെള്ളത്തിൽ ഇറങ്ങിയോണ്ടാ അങ്ങനെ ഇരിക്കുന്ന കേട്ടോ, മുങ്ങി ഇറങ്ങേണ്ടി വന്ന്. ഒരു വലയും കൂടി ഇതുപോലെ വീശിയ പണി നടക്കുമോ ചേട്ടാ? തീർച്ചയായിട്ടും. അതെ, ഞങ്ങൾ ഇതെടുത്തിട്ട് ഒരെണ്ണം കൂടി ഞങ്ങൾ തകർക്കും കേട്ടോ. ഞാൻ ഒരെണ്ണം ആദ്യം കല്ലടക്കി ഇടിച്ച് കയറ്റിയേ, ശ്വാസം കിട്ടിയില്ല. കല്ലടക്കി ഇടിച്ച് കയറ്റിയിട്ട് ഞാൻ തിരിച്ച് രണ്ടാമത് ഒറ്റ പോക്ക് ഞാൻ അതുമായിട്ട് പൊങ്ങി വരാമെന്ന് ഓർത്തിരുന്ന. ഇത്ര ഒഴുക്കുണ്ടോ, ഇത്ര ഒഴുക്കാം. ഇത്ര ഒഴുക്കിന് വെള്ളത്തിൽ മുങ്ങി ഉടക്കെടുക്കുക എന്ന് പറഞ്ഞ പാടാണ്. കാരണം ഇത്ര ഒഴുക്കും കൂടെ ഉള്ളതുകൊണ്ട് മേലയും കൂടി ഇല്ല, മോട്ടർ കുഴിയാണ്. നമ്മുടെ കുട്ടനാട്ടുകാർക്ക് പെട്ടെന്നറിയാം, ഈ പറക്കുഴി എന്നാണ് പറയുന്നത്. കണ്ടോ പറക്കുഴി, ഇതുണ്ട് അങ്ങോട്ട് പാടശേഖരമാണ്. കണ്ടോ പറക്കുഴി ആയതുകൊണ്ട് തന്നെ നല്ല ആഴമാണ് ഗൈസ്. കണ്ടോ നമ്മുടെ ഒറ്റ വലക്ക് കിട്ടിയ കണ്ടോ, ഈ കിളയായിട്ട് മീൻ വരുന്നതുകൊണ്ട് അത് മുഴുവൻ കയറുന്നു. കണ്ടോ ചേട്ടാ, പോലെ ഇത്തപ്പ പോലെ അപ്പം നമുക്ക് അടുത്ത വലക. അമ്പാടി ഒരു ഹായ് കൊടുത്തു, അഞ്ചപ്പാ ഒരു ഹായ് കൊടുത്തു. ഗൈസ്, മുമ്പലത്തെ വീശിയ വീഡിയോ ഒന്നും ഇടാത്തത്, ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഞങ്ങൾ ഇന്നത്തെ വീശ് കഴിഞ്ഞ് ഗൈസ്
എന്നിട്ട് വീശി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ലൈറ്റ് അടിച്ചിങ്ങനെ നോക്കണം, കാരണം ഈ ഇടയ്ക്ക് കാടുകളുണ്ട് കണ്ടോ. ചേട്ടാ കാട് ഈ ആറിന് നടുക്കെ ഈ വെള്ളപ്പൊക്കത്തെ സമയത്തൊക്കെ വന്ന ഈ മുളംകുറ്റികളുണ്ട്. അത് അവിടെ ഇങ്ങനെ ഉറച്ച് നിന്നിട്ട് ഈ പോളയെല്ലാം അടിഞ്ഞ് വലിയ കാട് പോലെ നിൽക്കും. അതായത് നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ അടുത്തോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് പണി. ചിലപ്പോൾ അവത്തെ ചെന്ന് വള്ളം കയറി കഴിഞ്ഞാൽ പണിയാണ്. വേണ്ട കണ്ടോ, ഇത്രയും വലിയ കാടാ കണ്ടോ. ഇതിനകത്തൊക്കെ മീനുണ്ട്, മീൻ കാണും, വലിയ വാഹയൊക്കെ കാണും ഇതിൻ്റെ അടി കണ്ടോ. ഇത്രയും വലിയ കാടാ. അപ്പം നമ്മൾ വീടെത്താറായി. കുറച്ച് ദൂരം, ഒരു 10-25-30 മിനിറ്റോളം, ഒരു അരമണിക്കൂറോളം ബോട്ട് ഓടിക്കണം. അവിടാണ് രതീഷേൻ്റെ വീട്. അപ്പോൾ അവിടാണ് ഈ പെട്ടിയും പറയും മാറ്റിയിട്ട് ഒഴുക്കുള്ളൂ. അവിടെ ആണ് നമ്മൾ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി വീടിൻ്റെ അടുത്തെത്താറാകുമ്പം നമുക്ക് ക്യാമറ ഓണാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രമേ കാണാവുള്ളൂ, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഈ ഒരു രാത്രിയിലെ ഈ യാത്ര കണ്ടോ, വീടുകളൊക്കെ ഉണ്ട് കണ്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ആറിൻ്റെ സൈഡിലത്തെ വീടുകളാണ് കണ്ടോ. ഇതൊക്കെ കാടുകളാണ് കണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.